നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു പെണ്ണെ കൊണ്ട് താമസിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. സാറൊരു കുടുംബക്കാരനല്ലേ സാറേ? എന്തിനാ വെറുതെ ഈ ചെളിയെല്ലാം മാറി കാട്ടാനെ പോലെ സ്വന്തം ദേഹത്തോട്ടിടുന്നു? ഓ, ഞാൻ നാണം കെടുന്നതിൽ നിനക്ക് സങ്കടമല്ലേ? നമ്മളെല്ലാരും ഒരേ നാട്ടുകാരല്ലേ സാറേ? ഓ, അങ്ങനെ. കൂട്ടക്കളത്തിൽ സ്വാമിനാഥനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. പോടാ പോടാ, തന്നെ ഞാൻ കാണിച്ചേ. മീനാക്ഷി, ദേ അടുത്ത പൂജയ്ക്കുള്ള സമയമായി. നീ ഇതുവരെ റെഡിയായില്ലേ? ആ, ഞാൻ റെഡിയാവുന്നത് കണ്ടില്ലേ? ഒരു കാര്യം ചെയ്, ACP അങ്ങോട്ട് ചെല്ല, ഞാൻ ദേ വരുന്നു. വേഗം വരണം. ആ രേഷ്മയാണല്ലോ. രേഷ്മേ, കാര്യങ്ങൾ എന്തായി? അവരെ കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. ഇവിടെ ഒരു കൂട്ടക്കളം ജുവലേഴ്സ് ഉണ്ട്. അവിടെ വൈശാഖും മൈഥിലിയും കൂടി സ്വർണം വിൽക്കാൻ ചെന്നതായി അറിവുണ്ട്. എന്നിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനെ എനിക്കറിയാം. ഞാൻ അവന് അവരുടെ ഫോട്ടോ ഫോണിൽ അയച്ചു കൊടുത്തു. എന്നിട്ട് അത് വൈശാഖും മൈഥിലിയും തന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടി ഒന്ന് വേഗം പറ. അവരെ ജുവലേഴ്സ് ഉടമ സ്വാമിനാഥന്റെ ഗസ്റ്റ് ഹൗസിലാ താമസം. ആണോ? എന്നാലേ നീ ഇനി ഒട്ടും താമസിക്കണ്ട, ആ ഗസ്റ്റ് ഹൗസിലേക്ക് നേരിട്ട് ചെല്ല്. ഈ വിവരം ഇപ്പൊ തന്നെ കാർത്തിക്കിനെ അറിയിക്കുന്നതല്ലേ മീനാക്ഷി നല്ലത്? ACPയുടെ മനസ്സ് ആകെ കലങ്ങിക്കിടക്ക രേഷ്മേ. അതൊന്ന് നോർമലാക്കി എടുക്കാനല്ലേ എന്റെ ഈ ശ്രമം. ഇപ്പോ ഈ വിവരം ACP അറിഞ്ഞ ACP പൊട്ടിത്തെറിക്കും. ചിലപ്പോ അവരെ കൊന്നുകളയുകയും ചെയ്യും. ACPയുടെ നന്മയെ കരുതി ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ACPക്ക് തന്നെ നെഗറ്റീവായിട്ട് വന്നാലോ? പിന്നെ എന്ത് ചെയ്യും മീനാക്ഷി? നീ ആദ്യം അവരെ കണ്ടെത്താൻ നോക്ക്. എനിക്കാദ്യം അവളോട് സംസാരിക്കണം. ACPയുടെ ജീവിതം തകർത്ത് ആ ദുഷ്ട മൈഥിലിയോട്. അത് കഴിഞ്ഞ് സാവകാശം ഞാൻ ACPയോട് സംസാരിച്ചോളാം. അതാ നല്ലത്. കാരണം ഇനിയും ACPക്ക് ഒരു അബദ്ധം വരരുത്. ശരിയടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.